കൊടുങ്കാറ്റ് പോലെയാണ് അവർ ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് വന്നത്. ഇനി അവരുടെ കാലമെന്നും അവർ ഭരിക്കുമെന്നുമായിരുന്നു എല്ലാവരും പ്രവചിച്ചത്. പക്ഷേ എവിടെയോ വെച്ച് അവർക്ക് അവരെ തന്നെ നഷ്ടമായി. പതിയെ ടീമിനും ക്രിക്കറ്റ് സർക്കിളുകൾക്കും പുറത്തായി. ഇന്നും അവർ ഏതോ വിദൂര ഓർമ്മയിലുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ ഒരു കാലവും ഓർമ്മകളും മനസ്സിലേക്ക് ഇരമ്പി എത്തുകയും ചെയ്യും. ആളിക്കത്തവേ അണഞ്ഞുപോയവർ. യെസ്, ദേ അറൈവ്ഡ് ലൈക്ക് എ സ്റ്റോം ആൻഡ് ലെഫ്റ്റ് ലൈക്ക് എ ബ്രീസ്. ഷോൺ ടൈറ്റ്. ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇതൊരിക്കലും ഒരു അറിയാത്ത പേരല്ല. കാരണം ക്രിക്കറ്റിൽ ഇന്നേ വരെ അറിയപ്പെട്ട വേഗതയേറിയ ഡെലിവറികളിലൊന്ന് അയാളുടെ പേരിലാണ്. പേസ് ബോളിങ്ങിൻ്റെ അടുത്ത യുഗം അയാളുടേതാകുമെന്നായിരുന്നു പ്രവചനങ്ങൾ. 2007 ഏകദിന ലോകകപ്പിൽ ബെഡ്ലിക്ക് പരിക്കേറ്റതോടെ പകരക്കാരനാകാൻ അഡ്ലൈഡിലെ മലനിരകളിൽ നിന്ന് വന്ന സ്പീഡ് സ്റ്റാർ. ഓസീസ് ഇടർച്ചയോ പതർച്ചയോ ഇല്ലാതെ കുതിച്ചുപാഞ്ഞ ആ ലോകകപ്പിൽ ഷോൺ ടൈറ്റ് മുന്നണി പോരാളിയായി. ആ ലോകകപ്പിൽ എറിഞ്ഞിട്ടത് 23 വിക്കറ്റുകൾ. അതിൽ തന്നെ സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയത് 39 റൺസിന് 4 വിക്കറ്റുകൾ. എന്നാൽ അയാളുടെ പതനത്തിന് അയാളുടെ പന്തുകളേക്കാൾ വേഗതയുണ്ടായിരുന്നു. 2007 ICC അമേസിംഗ് പ്ലെയർ പുരസ്കാരം നേടിയതിനു പിന്നാലെ 24-ാം വയസ്സിൽ മാനസിക കാരണങ്ങൾ പറഞ്ഞ് ടൈറ്റ് ബ്രേക്ക് എടുത്തത് എല്ലാവരെയും ഞെട്ടിച്ചു. മറ്റൊന്ന് നിരന്തര പരിക്കുകളായിരുന്നു. പ്രത്യേക സ്റ്റൈലിലുള്ള അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് രീതി നിരന്തരം പരിക്കുകൾ വിളിച്ചു വരുത്തി. വേഗത്തിനൊപ്പം അക്യൂറസി സൂക്ഷിക്കാനായില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. കൗണ്ടി ക്രിക്കറ്റിലെ 12 ഓവറിനിടെ 21 നോബോളുകൾ വരെ അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട്. കൂടാതെ ടെസ്റ്റ് മത്സരങ്ങളിൽ ലോങ് സ്പില്ലുകൾ എറിയാനും അദ്ദേഹത്തിനായില്ല. അങ്ങനെ ടൈറ്റ് ഏകദിനത്തിൽ അവസാന മത്സരം കളിക്കുന്നത് 2011 ഇന്ത്യക്കെതിരെ ലോകകപ്പിലാണ്. അന്ന് പ്രായം 28 മാത്രം. ടെസ്റ്റിൽ 2008 ശേഷം കളിച്ചതേയില്ല. 2020 ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലും അല്പകാലം കൂടി കണ്ടു. പതിയെ ആ പേര് എങ്ങും കേൾക്കാതെയായി. 2017 തുടർ പരിക്കുകളെ തുടർന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലവിൽ ബംഗ്ലാദേശിൻ്റെ ഫാസ്റ്റ് ബോളിംഗ് കോച്ചാണ്. ഈ ലിസ്റ്റിലെ അടുത്തയാൾ ഒരു ദക്ഷിണാഫ്രിക്കക്കാരനാണ്. പേര് ജൊഹന്നസ് ആൽബർട്ടസ് മോർക്കൽ എന്ന ആൽബി മോർക്കൽ. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ ഈ പേര് മറക്കാനിടയില്ല. പ്രത്യേകിച്ചും 2012 RCBക്കെതിരായ ഒരു മത്സരം. അന്ന് ചെന്നൈക്ക് വിജയിക്കാൻ വേണ്ടത് 12 പന്തിൽ 43 റൺസ്. ഏതാണ്ട് ഇമ്പോസിബിളായ ഒരു ടാർഗറ്റ്. അതിനിടയിൽ 19-ാം ഓവർ എറിയാനെത്തിയത് സാക്ഷാൽ വിരാട് കോഹ്ലി. കോഹ്ലിയുടെ ഉറക്കം കളയാൻ പോകുന്നൊരു മത്സരം. ആ ഓവറിലെ ഒരു പന്തും ബൗണ്ടറി വരക്കുള്ളിൽ നിന്നില്ല. 3 സിക്സറും 3 ബൗണ്ടറികളും സഹിതം അടിച്ചെടുത്തത് 20 റൺസ്. ഫലത്തിൽ ചെന്നൈക്കൊരു അമാനുഷിക ജയം. അതായിരുന്നു ആൽബി മോർക്കൽ. മോണി മോർക്കലിൻ്റെ സഹോദരൻ കൂടിയ ആൽബിയെ അടുത്ത ലാൻസ് ക്രൂസർ എന്നിവരെ വിളിച്ചിരുന്നു. പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരുപോലെ കളി തിരിക്കാൻ കെൽപ്പുണ്ടായിരുന്ന താരം. 2009 ആയിരുന്നു ആൽബി മോർക്കലിനെ വലിയ സ്റ്റാറാക്കിയ വർഷം. ദക്ഷിണാഫ്രിക്ക നടത്തിയ ഓസീസ് പര്യടനത്തിലെ മാൻ ഓഫ് ദ സീരീസ് പെർഫോമൻസ് ആൽബിയെ സ്റ്റാറാക്കി മാറ്റി. പല മത്സരങ്ങളിലും ആൽബി അന്ന് ഒറ്റയാൾ പോരാട്ടങ്ങളാണ് നടത്തിയത്. എന്നാൽ പെട്ടെന്ന് തീരാനുള്ള യോഗമായിരുന്നു അദ്ദേഹത്തിൻ്റേതും. 2012 മാർച്ചിന് ശേഷം ഏകദിനത്തിൽ കളിച്ചതേയില്ല. 2020 അല്പകാലം കൂടി കരിയർ നീണ്ടെങ്കിലും അവിടെയും ക്ലച്ച് പെർഫോമൻസുകൾ ഉണ്ടായില്ല. ആൽബി ടെസ്റ്റിൽ ഒരേ ഒരു മത്സരമേ കളിച്ചിട്ടുള്ളൂ. അന്ന് അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും ടെസ്റ്റിലും ആ കരിയർ നീണ്ടില്ല. CSKയിലാണെങ്കിൽ ആൽബിക്ക് പകരം വെക്കാൻ ഡെയ്ൻ ബ്രാവോ ഉയർന്നു വന്നു. മറ്റു ഫ്രാഞ്ചൈസികളിലേക്ക് പോയെങ്കിലും അവിടെയും ഒന്നും ശരിയായില്ല. പല കാലങ്ങളിലായി ക്രിക്കറ്റിലെ പല ബീസ്റ്റ് ബോളർമാരെയും നേരിട്ടയാളാണ് AB ഡിവില്ലിയേഴ്സ്. പക്ഷേ ആ ഡിവില്ലിയേഴ്സ് തന്നെ ഏറ്റവും അധികം വിറപ്പിച്ച ബോളറായി തിരഞ്ഞെടുത്തത് ഒരു പാകിസ്ഥാൻകാരനെയാണ്. വഖാർ, വസീം അക്തർ അടക്കമുള്ള പാക് ലെഗസിയോട് ചേർന്ന് നിൽക്കാനുള്ള സർവ്വയോഗ്യതയും ഉണ്ടായിരുന്ന ഒരാൾ, മുഹമ്മദ് ആസിഫ്. ഇന്ത്യക്കാർ ഈ പേര് ഒരിക്കലും മറക്കാനിടയില്ല. കാരണം കറാച്ചിയിൽ വെച്ചൊരു ടെസ്റ്റിൽ ഇന്ത്യയെ കശാപ്പ് ചെയ്തത് ആസിഫാണ്. സച്ചിൻ, സെവാഗ്, VVS ലക്ഷ്മൺ എന്നീ 3 അധികായരെ ക്ലീൻ ബോൾഡാക്കിയാണെന്ന് ആസിഫ് മടക്കിയത്. മൈറ്റി ഓസ്ട്രേലിയക്കെതിരെ സിഡ്നിയിൽ നേടിയ 41-ന് 6 വിക്കറ്റ്, അന്താരാഷ്ട്ര 2020-ലെ ആദ്യത്തെ മീഡിയൻ ഓവർ എന്നിങ്ങനെ പല മാജിക്കുകൾക്കും അയാൾക്ക് സാധിച്ചു. പക്ഷേ അച്ചടക്കമില്ലാത്ത ജീവിതം കൊണ്ട് ആസിഫ് തൻ്റെ പ്രതിഭയെ ദൂർത്തടിച്ചു കളഞ്ഞു. 2006 ഡ്രഗ് ടെസ്റ്റിൽ പിടിക്കപ്പെട്ടതായിരുന്നു ആദ്യ സംഭവം. പക്ഷേ ആസിഫ് പാഠം പഠിച്ചില്ല. 2010 ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സ് ടെസ്റ്റിൽ ഫിക്സിംഗ് സ്കാൻഡലിൽ ഉൾപ്പെട്ടു. വൈകാതെ നീണ്ട കാലത്തേക്ക് ബാനും കിട്ടി. പിന്നാലെ ജയിൽവാസവും കിട്ടി. കളിച്ച 23 ടെസ്റ്റുകളിൽ നിന്നും 106 വിക്കറ്റുകളാണ് ആസിഫ് എറിഞ്ഞിട്ടിരുന്നത്. ആസിഫിന് ബാൻ കിട്ടിയപ്പോൾ ലോകത്തെ ഒരുപാട് ബാറ്റർമാർക്ക് സന്തോഷമായിരിക്കുമെന്നാണ് ഒരിക്കൽ കെവിൻ പീറ്റേഴ്സൺ പ്രതികരിച്ചത്. അതിൽ തന്നെ എല്ലാമുണ്ട്. തലയിൽ ഒരു കർച്ചീഫും കെട്ടി ബോളർമാരെ പൊതിയെ തള്ളിയിരുന്ന ഒരു ന്യൂസിലൻഡുകാരനെ ആരും മറക്കാനിടയില്ല. പേര് ജെസ്സി റൈഡർ. മോസ്റ്റ് ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ് എന്ന ടാഗുമായി ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് വന്നവൻ. 2009 ഇന്ത്യക്കെതിരെ ഹാമിൽട്ടണിൽ സെഞ്ചുറിയും നേപ്പിയറിൽ ഡബിൾ സെഞ്ചുറിയും നേടി വൻ ഹൈപ്പിലെത്തി. പക്ഷേ അച്ചടക്കമില്ലായ്മ തന്നെയായിരുന്നു റൈഡറുടെയും പ്രശ്നം. ആൽക്കഹോളിക് അഡിക്റ്റായ റൈഡർ ടീം മീറ്റിങ്ങുകളിൽ വൈകിയെത്തി നിരന്തരം ഫൈൻ ഏറ്റുവാങ്ങി. 2013 ക്രൈസ്റ്റ് ചർച്ചിലെ ഒരു ബാറിൽ വെച്ചുണ്ടായ അടിപിടിയിൽ ഗുരുതര പരിക്കേറ്റ് കോമയിലേക്ക് വരെ എത്തി. എന്നിട്ടും നീണ്ട ഇടവേളയ്ക്ക് ശേഷം കളത്തിലേക്ക് മടങ്ങിയെത്തി തൻ്റെ പ്രതിഭക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിച്ചു. 2014 വിൻഡീസിനെതിരെ നേടിയ 46 ബോളിലെ സെഞ്ചുറി അതിൻ്റെ ഉദാഹരണമാണ്.
പക്ഷേ അച്ചടക്കമില്ലായ്മ പിന്നെയും തുടർന്നു. അതോടെ ടീമിലേക്കുള്ള വാതിലും അടഞ്ഞു. പിന്നീട് കൗണ്ടി കളിച്ചെല്ലാം തിരിച്ചു വരാനൊരുങ്ങിയെങ്കിലും ദേശീയ ടീമിലേക്കുള്ള വാതിൽ എന്നേക്കുമായി അടഞ്ഞിരുന്നു. ക്രിക്കറ്റിൽ പല സ്പിന്നർമാരും വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഹൈപ്പിൽ മറ്റൊരാളും എത്തിയിട്ടില്ല. പറഞ്ഞു വരുന്നത് അജന്ത മെൻഡിസ് എന്ന ലങ്കൻ മിസ്റ്ററി സ്പിന്നറെക്കുറിച്ചാണ്. ഏതോ ഫാന്റസി നോവലിലെ കഥാപാത്രം പോലെയായിരുന്നു അയാളുടെ വരവ്. ഡൊമസ്റ്റിക് സീസണിൽ 9 മത്സരങ്ങളിൽ നിന്നും കറക്കി നേടിയത് 68 വിക്കറ്റുകൾ. ആ പ്രതിഭയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള വിളംബരമായിരുന്നു 2008 ഏഷ്യാ കപ്പ് ഫൈനൽ. അന്ന് ലങ്ക ഉയർത്തി 273 റൺസ് പിന്തുടർന്ന ഇന്ത്യക്കെതിരെ ലങ്കൻ ക്യാപ്റ്റൻ മഹേള ജയവർദ്ധന തന്റെ ബ്രഹ്മാസ്ത്രത്തെ അയച്ചു. മെൻഡിസ് അന്ന് കൊയ്തത് 6 വിക്കറ്റുകളാണ്. കൺസീഡ് ചെയ്തത് വെറും 13 റൺസ്. സെവാഗ്, റെയ്ന, യുവരാജ്, രോഹിത്, ഉത്തപ്പ, ഇർഫാൻ പത്താൻ എന്നിങ്ങനെയുള്ള നീണ്ട നിര മെൻഡിസിന് മുന്നിൽ തല കറങ്ങി വീണു. ആദ്യത്തെ 50 ഏകദിന വിക്കറ്റിലേക്ക് എത്താൻ അദ്ദേഹത്തിന് വേണ്ടി വന്നത് വെറും 19 മത്സരങ്ങൾ മാത്രം. 2008 ICC അമേസിംഗ് പ്ലെയർ പുരസ്കാരവും നേടി. പക്ഷേ പതിയെ ആ മിസ്റ്ററി സ്വഭാവം നഷ്ടമായി തുടങ്ങി. വീഡിയോ അനാലിസിസ് അടക്കമുള്ളവ നടത്തി മെൻഡിസിന് എതിർ ടീമുകൾ ഡീകോഡ് ചെയ്തു. കൂടെ പരിക്കും കോൺഫിഡൻസ് നഷ്ടവും ചേർന്നതോടെ ആ കരിയറിന് തിരശ്ശീല വീണു. ഒരിക്കൽ ജാവേദ് മിയാന്താദ് ഇങ്ങനെ പറഞ്ഞു: അവനെപ്പോലെയുള്ള ബോളർമാർ പാകിസ്ഥാനിലെ ഓരോ സ്ട്രീറ്റിലും ഉണ്ടാകും. അതേ പാകിസ്ഥാനിൽ പോയി പക്ഷേ അയാൾ ഒരു ഹാട്രിക് നേടി. വെറും ഒരു ഹാട്രിക് അല്ല, ടെസ്റ്റ് ഹാട്രിക്. അതും ആദ്യത്തെ 3 പന്തുകളിൽ. പുറത്തായത് സൽമാൻ ഭട്ട്, യൂനുസ് ഖാൻ, മുഹമ്മദ് യൂസഫ് എന്നീ വൻ തോക്കുകൾ. ഇന്ത്യയിൽ നിന്നും ഈ പറയുന്ന ലിസ്റ്റിലേക്ക് വെക്കാൻ ഏറ്റവും യോജിച്ച പേര് ഇർഫാൻ പത്താൻ്റേതാണ്. ഇന്ത്യ ഒരു നിധി പോലെ ആഘോഷിക്കപ്പെട്ട പേരായിരുന്നു അത്. സ്വിംഗ് ബൗളിംഗ്, ഭേദപ്പെട്ട ബാറ്റിംഗ്, 3 ഫോർമാറ്റ് പ്ലെയർ, 2008 T20 ലോകകപ്പ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് പ്രകടനം, 2ാം കപിൽ ദേവ് എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കേട്ടയാൾ. പക്ഷേ അയാളുടെ കരിയറും അധികകാലം നീണ്ടില്ല. 2008 അവസാന ടെസ്റ്റ് കളിക്കുമ്പോൾ പ്രായം 24. 2012 അവസാന ടെസ്റ്റും ഏകദിനവും കളിക്കുമ്പോൾ പ്രായം 28 മാത്രം. എന്തുകൊണ്ട് പത്താന് അകാല വാർദ്ധക്യം സംഭവിച്ചു എന്നത് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ചോദ്യമാണ്. അവസാനം കളിച്ച ഏകദിനത്തിൽ മാൻ ഓഫ് ദ മാച്ചായിട്ടും എന്തുകൊണ്ട് പത്താൻ ടീമിന് പുറത്തായി എന്നതിന് ഇനിയും കൃത്യമായ ഉത്തരമില്ല. അതേസമയം തുടക്കകാലത്തെ സ്വിംഗും കൺസിസ്റ്റൻസിയും അദ്ദേഹത്തിന് ബൗളിംഗിൽ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നതും നേരാണ്. ഗ്രെഗ് ചാപ്പലിന്റെ കാലത്ത് ഇർഫാൻ പത്താനെ വൺ ഡൗണിലേക്ക് വരെ ഉയർത്തിയുള്ള ബാറ്റിംഗ് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ബൗളിങ്ങിനെ ബാധിച്ചതായി പറയപ്പെടുന്നു. സ്ട്രൈക്ക് ബോളറിൽ നിന്നും മാറ്റിയത് മറ്റൊരു കാരണമായും പറയപ്പെടുന്നു. എന്തുതന്നെയായാലും പൂർണ്ണമാകാത്തൊരു കരിയറായിരുന്നു ഇർഫാൻ പത്താൻ്റേത്. ഈ ലിസ്റ്റിലേക്ക് വെക്കാൻ പോകുന്ന ഒരുപാട് പേരുകൾ വേറെയുമുണ്ട്. ഇടക്കാലത്ത് മാച്ച് വിന്നിംഗ് പെർഫോമൻസുകൾ നടത്തിയിരുന്ന ഓസീസിന്റെ ജെയിംസ് ഫോക്കിനറെ ഓർമ്മയില്ലേ? വെടിക്കെട്ട് വിക്കറ്റ് കീപ്പർ എന്ന ലെവലിലെത്തിയ റോബിൻ ഉത്തപ്പയാണ് മറ്റൊരാൾ. ഇംഗ്ലണ്ടിന്റെ സൈമൺ ജോൺസ്, ഇന്ത്യയുടെ ശ്രീശാന്ത് എന്നിങ്ങനെ ആ ലിസ്റ്റ് നീണ്ടു പോകുന്നു.